കോടിയേരിക്ക് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി പി ജയരാജനും രംഗത്ത്. അക്രമികൾ സന്തോഷത്തോടെ തിരിച്ചു പോകരുതെന്ന് ജയരാജൻ. കോടിയേരിയുടേത് പരസ്യമായ അക്രമത്തിനുള്ള ആഹ്വാനമെന്ന് കോൺഗ്രസ്. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് BJP. പ്രസംഗം പരിശോധിക്കുമെന്ന് DGP. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF യോഗം ബഹിഷ്കരിച്ചു. നടപടി ബാർ കോഴ ഗൂഢാലോചന വിവാദത്തിൽ കോൺഗ്രസുമായി ഭിന്നത രൂക്ഷമായതോടെ മുന്നണി നേതാക്കൾ മാണിയുമായി ഫോണിൽ സംസാരിച്ചു. ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് UDF. നേമത്ത് വോട്ട് കച്ചവടം നടന്ന പരാതിയിൽ JDUവുമായി ചർച്ച നടത്തും. തമിഴ്നാട്ടിലെ വത്തളക്കുണ്ടിലുണ്ടായ വാഹനാപകടത്തിൽ 6 മലയാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഇടുക്കി തങ്കമണി സ്വദേശികൾ. 3 പേരെ തിരിച്ചറിഞ്ഞു. അപകടം വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുമ്പോൾ. മാധ്യമപ്രവർത്തകർക്ക് എറണാകുളം ജില്ലാ കോടതിയിൽ വിലക്ക്. മാധ്യമപ്രവർത്തകർ പുറത്തുപോകണമെന്ന അഭിഭാഷകരുടെ ആവശ്യമുന്നയിച്ചത് ഗവൺമെന്റ് ലീഡർ. പോലീസ് തടഞ്ഞത് മലയാളികളുടെ തിരോധാനം റിപ്പോർട്ട് ചെയ്യാനെത്തിയവരെ. കേസിൽ അറസ്റ്റിലായ മുംബൈ സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ അക്രമാനുകൂല നിലപാടുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനും. പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കാൻ വരുന്നവർ അതിനുശേഷം സന്തോഷത്തോടെ തിരിച്ചുപോകാൻ ഇടവരുത്തരുത് എന്ന് ജയരാജൻ പറഞ്ഞു. അക്രമികൾക്ക് പിന്നീട് അതിന് തോന്നാത്ത രീതിയിൽ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടാകണമെന്നും ജയരാജൻ പറഞ്ഞു. CPM പ്രവർത്തകൻ CV ധനരാജിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ പയ്യന്നൂരിൽ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മയിലായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളിൽ അക്രമം നടത്താനെത്തുന്നവരെ തിരിച്ചടിക്കണമെന്ന കോടിയേരിയുടെ വിവാദ പരാമർശമുണ്ടായത്. ഇതിനു തൊട്ടു പിന്നാലെയാണ് കോടിയേരിക്ക് പിന്തുണയുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനും രംഗത്തെത്തിയത്. പാർട്ടി പ്രവർത്തകർക്ക് നേരെ അക്രമത്തിനെത്തുന്നവർ അതിനുശേഷം സന്തോഷത്തോടെ തിരിച്ചു പോകരുതെന്നായിരുന്നു ജയരാജന്റെ പരാമർശം. ആക്രമിക്കാൻ വന്നവർ ആക്രമം നടത്തി വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന അനുഭവം ഉണ്ടാവരുത്. ആക്രമം നടത്താൻ പിന്നീട് തോന്നാതിരിക്കത്തക്ക നിലയിൽ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അക്രമത്തിന് ആരും പ്രേരണ നൽകിയിട്ടില്ല. RSS അക്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന സന്ദേശമാണ് കോടിയേരിയുടെ ഇന്നലത്തെ പ്രസംഗമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. LDF അധികാരത്തിലെത്തിയതിൽ അസഹിഷ്ണുത പുലർത്തുന്ന BJP RSS നേതൃത്വം സംസ്ഥാനത്ത് വ്യാപകമായ അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. മീഡിയ 1 കണ്ണൂർ. പാർട്ടി കേന്ദ്രങ്ങളിൽ അക്രമം നടത്താനെത്തുന്നവരെ പ്രതിരോധിക്കാൻ പ്രവർത്തകർക്ക് കായിക പരിശീലനം നൽകണമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ നടത്തിയ വിവാദ പ്രസംഗം. പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കാൻ എത്തുന്നവർ വന്നതുപോലെ തിരിച്ചു പോകരുത്. പാടത്ത് പണി, വരമ്പത്ത് കൂലി എന്ന രീതിയിൽ മറുപടി നൽകണമെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേരണം. അതുകൊണ്ട് RSS BJPക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. വയലിൽ പണി തന്നാൽ അതിന്റെ വരമ്പത്ത് തന്നെ കൂലി കിട്ടും എന്ന വസ്തുത BJPക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കരുത്. കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. MV ജയരാജൻ CPM നേതാവ് കണ്ണൂർ സ്റ്റുഡിയോയിൽ ഉണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീ RB ബാബു കൊച്ചി സ്റ്റുഡിയോയിൽ ഈ ചർച്ചയിൽ പങ്കുചേരാനെത്തിയിട്ടുണ്ട്. ശ്രീ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൊച്ചിയിൽ, മുൻ RSS നേതാവും ഇപ്പോൾ CPM സഹയാത്രികനുമായ ശ്രീ സുധീഷ് മിന്നി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. എന്നിങ്ങനെ 5 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിയമലംഘനമാണ്, കലാപാഹ്വാനമാണ് കോടിയേരിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഇന്ന് UDF നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഒക്കെ അടക്കം K സുധാകരനും ഒക്കെ അടക്കം പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനുശേഷവും ഈ കലാപാഹ്വാനവും നിയമലംഘനവും നടത്തിയിട്ടതിന് ശേഷവും P ജയരാജനെ പോലൊരു നേതാവ് അതോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവന പരസ്യമായി നടത്തുകയാണ്. എന്തുകൊണ്ടാണ് വിവാദമായതിനു ശേഷവും വലിയ തോതിലുള്ള വാർത്തകൾക്ക് ശേഷവും ഇത്തരത്തിലൊരു നിയമലംഘന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഭരണകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് പോലും CPMന്റെ നേതാക്കൾക്ക് തോന്നലുണ്ടായിട്ടുണ്ടാവുക? എന്താണ് അവരെ നയിക്കുന്ന വികാരം? കേരളം ഇന്ന് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. 10-15 വർഷക്കാലം അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ
മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ആരെങ്കിലും നിയമം ലംഘിച്ചാൽ, ആരെങ്കിലും നിയമം കയ്യിലെടുത്താൽ, ആരെങ്കിലും നിയമത്തെ വെല്ലുവിളിച്ചാൽ, ആ നിയമം ലംഘിക്കുന്നവർക്ക്, ആ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നവർക്ക്, നിയമത്തെ വെല്ലുവിളിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന ആളുകൾക്കാണ്. ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിൻ്റെ സെക്രട്ടറിയാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ടത്. നമുക്കറിയാം, ഒരു കാലത്ത് സ്റ്റാലിൻ ഭരിക്കുന്ന കാലത്ത് തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ഉപയോഗിച്ച ഇന്നിപ്പോൾ സ്റ്റാലിനെ സോവിയറ്റ് യൂണിയൻ പോലും തള്ളി പറഞ്ഞിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുന്ന ആ ഉന്മൂലന സിദ്ധാന്തം, അല്ലെങ്കിൽ സ്റ്റാലിൻ യുഗത്തെ ഇന്നും അനുകൂലിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ഉതകുന്ന രീതിയിലാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ പാടത്തുനിന്ന് കയറി വരമ്പിലെത്തുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പല്ലിന് പല്ല്, നഖത്തിന് നഖത്തും, ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. ഏതാണോ ഇങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടി. അതാണ് പാടത്ത് പണി വരമ്പത്ത് കൂലി. വരമ്പിൽ നിന്ന് പാടം വിട്ട് വരമ്പ് വിട്ട് പുറത്ത് പോകുന്നതിന് മുമ്പ് കൂലി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് കലാപത്തിനുള്ള ആഹ്വാനമാണ്. ആരെങ്കിലും അവരെ ആക്രമിക്കാൻ വന്നാൽ ആക്രമിക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് പകരം ആയുധമെടുത്ത് അവരെ ആക്രമിച്ച് പരസ്പരം കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ആഹ്വാനമായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ആർക്കുമാവില്ല. ശ്രീ എം വി ജയരാജൻ, നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട സർക്കാരിന് ബലം നൽകേണ്ടുന്ന ആ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഇങ്ങനെ വരമ്പത്ത് തന്നെ കൂലി കൊടുത്തോളൂ എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാലം അത്രയും ഉണ്ടായിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനവികാരത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാത്തത്? ആക്രമിക്കാൻ കോടിയേരി ആഹ്വാനം ചെയ്തിട്ടില്ല, പ്രതിരോധത്തിനാണ് ആഹ്വാനം ചെയ്തത്. അക്രമവും പ്രതിരോധവും രണ്ടും രണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവൻ നിരായുധനായിരിക്കെ തന്നെ ആക്രമിക്കാൻ വന്നയാൾ കത്തിയെടുത്ത് കുത്തുമ്പോൾ ചെറുക്കും. അത് സഹജമായ ഒരു സ്വഭാവമാണ്. ചെറുത്താൽ ചിലപ്പോൾ നിരായുധനായതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞൊന്നുമില്ല, പക്ഷെ ചെറുക്കും. അതാണ് നമ്മുടെ കൊലയാളിയുടെ കൈപിടിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത്, വെട്ടാൻ നോക്കുമ്പോൾ കൈകൊണ്ട് തടുക്കുന്ന മനുഷ്യനെ കാണുന്നത്. ഇത് തീർച്ചയായും ഒരു പ്രതിരോധത്തിന് വേണ്ടി CPIM അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി CPIM പ്രവർത്തകന്മാരോട് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? പശ്ചിമ ബംഗാൾ 1786 ആളുകളെ കൊലപ്പെടുത്തി. കേരളത്തിൽ 32 പേരെ കൊലപ്പെടുത്തി. ഇതെല്ലാം ഞാൻ പറയുന്നത് 2011 ശേഷം മാത്രമുള്ള കണക്കാണ്. പഴയ പശ്ചിമ ബംഗാളിൽ 2000-ലേറെ ആളുകളെ അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചക്കാലത്ത് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേരളത്തിലും ബംഗാളിലും ഇതര പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് വേട്ട ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ LDF അധികാരത്തിൽ വന്നതിന് ശേഷം 5 CPIM പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടു. അതിൽ 3 പേരെ കൊലപ്പെടുത്തിയത് RSSകാരാണ്. ശത്രുവർഗത്തിൻ്റെ കടാരക്കുത്തേറ്റ് മരിച്ചു വീഴേണ്ടി വരുന്ന CPIM പ്രവർത്തകന്മാരും അവരുടെ കുടുംബാംഗങ്ങളും അവരഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആക്രമിക്കാൻ ഞങ്ങൾ ആരും പോകുന്നില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശാസ്ത്രമാണെങ്കിൽ ഈ കേരളത്തിൽ 5 പേർ ഈ 2 മാസത്തിനിടയിൽ കൊല്ലപ്പെട്ടപ്പോൾ, CPMൻ്റെ പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടപ്പോൾ 5 പേരെ മറുപക്ഷത്ത് കൊല്ലപ്പെടുമായിരുന്നു. അതിന് കഴിയാത്ത പാർട്ടിയല്ലല്ലോ CPIM. അങ്ങനെ ഒരു കൊലപാതക രാഷ്ട്രീയം അഴിച്ചുവിടുന്നില്ല. ഈ 32 പേർ UDF ഗവൺമെൻറ് കാലം മുതൽ ഇങ്ങോട്ട് കൊല്ലപ്പെട്ടതിന് ശേഷം 32 ശത്രുവർഗത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തിയിട്ടില്ല. അപ്പൊ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് ഞങ്ങളുടെ നയമല്ല, അക്രമവും ഞങ്ങളുടെ നയമല്ല. പക്ഷെ പ്രതിരോധം ചേര അളമുട്ടിയാൽ കടിക്കുമെന്ന് പറയുന്നത് പോലെ നിർവാഹമില്ലാതെ വന്നിരിക്കുകയാണ്. ശ്രീ ആർ വി ബാബു, ഞാൻ തിരിച്ചു വരാം ശ്രീ എം വി ജയരാജൻ താങ്കളിലേക്ക്. ശ്രീ ആർ വി ബാബു, ഈ കണക്കുകൾ കേൾക്കുമ്പോൾ എല്ലാ കാലത്തും എന്ന പോലെ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് പേടിയാവുകയാണ്.
അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്താണ് കാര്യങ്ങളെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവർ ഉത്തരവാദിത്തത്തോടെ ഇക്കാര്യങ്ങൾ പറയുന്നതിൻ്റെ വസ്തുത അതാണെങ്കിൽ RSSും സംഘപരിവാരവുമാണ് ഇതിന് കുറ്റക്കാർ. അവർ ചെയ്യുന്ന കൊലപാതകങ്ങൾക്ക് പ്രതിരോധം തീർക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ 5 പേർ കൊല്ലപ്പെട്ടു, അതിൽ 3 പേരെ കൊന്നത് RSSകാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പമാണോ ഈ ഭയമായിട്ട് നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? സുനീഷേ, CPM ഈ നുണ എത്രയോ കാലമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ അക്രമത്തിന് ഇരയാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ കണ്ണൂർ ജില്ലയിൽ? CPMമായിട്ട് മാത്രം എന്താ ഇങ്ങനെ അക്രമം? ആരുടെ കുഴപ്പമാണപ്പോൾ? CPM കോൺഗ്രസ് സംഘർഷം, CPM മുസ്ലിം ലീഗ് സംഘർഷം. അരിയൽ ഷുക്കൂർ ആരായിരുന്നു? ഫസൽ ആരായിരുന്നു? അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് CPM അല്ലേ? ഫസലിനെ കൊലപ്പെടുത്തിയത് CPM അല്ലേ? ഇപ്പം ഇവിടെ പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും എന്ന് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തുന്നതിന് മുൻപായിട്ട് സഖാവ് അച്യുതാനന്ദൻ കണ്ണൂർ വന്ന് പ്രസംഗിച്ച കാര്യമാണ് ഓർമ്മ വരുന്നത്. അന്ന് കണ്ണൂർ വന്ന് അച്യുതാനന്ദൻ പ്രസംഗിച്ചത് ഇതേ കാര്യമാണ്, പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും. അന്ന് അച്യുതാനന്ദൻ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് KT ജയകൃഷ്ണൻ മാസ്റ്ററെ സ്കൂളിലെ പാവപ്പെട്ട ആ അധ്യാപകനെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടി കൊലപ്പെടുത്തിയത്. 51 വെട്ടല്ല സുനീഷേ, 56 വെട്ട്. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വെട്ടി കൊലപ്പെടുത്തിയത് ജയകൃഷ്ണൻ മാസ്റ്ററെയാണ്. ഇപ്പോൾ ആ പണി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ. ഇവിടെ ചീമേനിയിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തി. ചീമേനിയിൽ കോടതി അവരെ മുഴുവൻ വെറുതെ വിട്ടു, പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. അന്ന് പാർട്ടി നേതാക്കന്മാർ പ്രസംഗിച്ചത് ജനകീയ കോടതി അവർക്ക് ശിക്ഷ വിധിക്കുമെന്നാണ്. ജയരാജൻ പറയട്ടെ, ചീമേനി കൊലക്കേസിലെ പ്രതികൾ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഇപ്പോൾ ജീവനോട് ഇരിപ്പുണ്ടോ? ജയരാജൻ പറയട്ടെ, ആരെങ്കിലും ജീവനോട് ഇരിപ്പുണ്ടോ? ഇങ്ങനെ പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരാ ഈ നാട്ടിൽ? വളരെ അക്രമം അഴിച്ചുവിട്ട്, നാട്ടിൽ വളരെ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ട് എന്നിട്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. കള്ളപ്രചരണം. ഇവിടെ നേരത്തെ ജയരാജൻ 2000 പേരെ ബംഗാളിൽ കൊലപ്പെടുത്തി. ബംഗാളിലെ ജയരാജൻ്റെ പാർട്ടിയുടെ അണികൾ മുഴുവൻ ഇപ്പോൾ എവിടെയാ? ആ അണികൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെയാ. പണ്ട് പഠിച്ച പാഠമവ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് CPMനെതിരെ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുധീഷ് മിനി, താങ്കൾ മുമ്പ് RSS നേതാവായിരുന്നു, RSS പ്രവർത്തകനായിരുന്നു, ഇപ്പോൾ CPMകാരനാണ്. ആരാണ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കുറ്റവാളികൾ? നാട്ടുകാർക്ക് മുന്നിൽ ഇരുഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ പുറത്ത് ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യുമെന്ന്, അല്ലെങ്കിൽ തിരിച്ചടിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ്. താങ്കൾ ഈ 2 സംഘടനകളിലും പല കാലങ്ങളായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ആരാണ് ഈ നാട്ടുകാരെ പേടിപ്പിക്കുന്ന അക്രമ സംഭവങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ? RSS എന്ന് പറയുന്ന സംഘടനക്ക് ആശയമില്ല, അതിന് ആയുധമാണ് ഉള്ളത്. അതായത് അതിൻ്റെ ആയുധ പരിശീലനം ശാഖകളിൽ നടത്തുന്ന സമയത്ത് ഇപ്പോൾ 2-3 ശിബിരങ്ങളുണ്ട്. പ്രഥമ സംഘശിക്ഷാവർഗ്, ദ്വിതീയ സംഘശിക്ഷാവർഗ്, തൃതീയ സംഘശിക്ഷാവർഗ്. ഈ വർഗ്ഗുകൾ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളാണ്. ഈ ട്രെയിനിങ് ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്നതിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അത് നാളെ വേണമെങ്കിൽ ഞാൻ മാധ്യമങ്ങൾക്ക് പ്രദർശിപ്പിക്കാം. ദണ്ഡ കൊണ്ട് എങ്ങനെയാണ് എതിരാളികളെ കൊല്ലേണ്ടത്, അതിന് ദണ്ഡയുദ്ധ എന്നാണ് ഇവർ വിളിക്കുക. അതുകൊണ്ട് കൈ കൊണ്ട് എങ്ങനെയാണ് എതിരാളികളെ കൊല്ലേണ്ടത്, അതിനെ നിയുദ്ധ എന്നാണ് വിളിക്കുക. ചുരിക കൊണ്ട് എങ്ങനെയാണ് എതിരാളിയെ കൊല്ലേണ്ടത്, വാളുകൊണ്ട് എങ്ങനെയാണ് എതിരാളികളെ കൊല്ലേണ്ടത്, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എതിരാളികൾ ആരാണ് എന്നൊരു സ്വയം സേവകനൊരു സംശയം ഉണ്ടാവും. ആരാണ് എതിരാളികൾ? അപ്പോൾ ഇവരുടെ പ്രാർത്ഥന, ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് പ്രാർത്ഥന എന്ന ഭരണഘടന നമ്മൾ പഠിക്കണം. പ്രാർത്ഥനയിൽ ആദ്യത്തെ ശ്ലോകം പറയുന്നത്, ആദ്യത്തെ വാചകം പറയുന്നത്, നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ, അങ്ങയെ നമിക്കുന്നു എല്ലായ്പ്പോഴും വാത്സല്യം നിറഞ്ഞ മാതൃഭൂമേ. അടുത്ത വരി എന്താണ്? ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, ഹേ ഹിന്ദുഭൂമേ അങ്ങ് എന്നെ സസുഖം വളർത്തുന്നു. ഏതാണ് ഹിന്ദുഭൂമി? അപ്പോൾ ഇവിടെ ഹിന്ദുഭൂമി എന്ന് പറയുന്നത് ഏതൊരു സ്വയം സേവകനും കുഴപ്പമാണ്. ഹിന്ദുഭൂമി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 25 മുതലേ എല്ലാ സ്ഥലങ്ങളിലും കലാപവും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സംഘടന. ഈ സംഘടനയെ CPIM അന്നും എന്നും ഇന്നും എക്കാലവും ഓരോ സഖാവും അവസാനം മരിച്ചു വീഴുമ്പോൾ പോലും അവൻ പറയുന്നു ഇത് മരണത്തിൻ്റെ വ്യാപാരിയാണ്. ഇതിന് ഒരു കാലഘട്ടത്തിലും ഈ നാട്ടിൽ ആ ബീജം വളർത്താൻ അനുവദിക്കാൻ പാടില്ല.
എന്ന് പറയുന്നത് സമൂഹം ഏറ്റെടുത്തതാണ് ഇതിൻ്റെ പ്രതിപ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇതൊരു യുദ്ധമല്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നില്ല ആ സംഘടന. പക്ഷേ നമ്മുടെ സമാധാനം പുലരുന്ന ഗ്രാമങ്ങളിലേക്ക് ചാവേറുകളെ അയക്കുക, എന്നിട്ട് അവിടെ വെട്ടിക്കൊല്ലുക, അവരുടെ കുടുംബത്തിൻ്റെ വേദനയും അതുപോലെ വിലാപവും എല്ലാം ഏറ്റെടുക്കുന്ന ആ സമൂഹത്തിൻ്റെ പ്രതിപ്രവർത്തനമാണ് ഇത്തരം പ്രതിരോധങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും CPM കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല. ഇത് പഠിപ്പിക്കുന്നത് ശാഖകളാണ്. ആ ശാഖകൾ ആദ്യം നിരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇരുപക്ഷവും ഒരുപോലെയല്ല, ഞങ്ങൾ പ്രതിരോധിക്കാൻ മാത്രമല്ലേ പറയുന്നുള്ളൂ എന്നൊക്കെയാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ തൊട്ട് P. ജയരാജനും MV ജയരാജനും ഇപ്പോൾ ശ്രീ സുധീഷ് മിന്നി അടക്കമുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ബാലൻസ് ഒപ്പിച്ച് കൂട്ടത്തിൽ ഭേദം CPM ആണ് എന്ന് കണക്കാക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? കൂട്ടത്തിലാര് നല്ലത്, തമ്മിൽ ഭേദം തൊമ്മൻ, അതല്ലല്ലോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് പയ്യന്നൂരിൽ ശ്രീ ധനരാജൻ്റെ കൊലപാതകത്തിനുള്ള പ്രതികാരമായിട്ടാണ് BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരാളെ കൊന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായി നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കാര്യം ഒന്നിൻ്റെ പ്രതികാരമായിട്ടൊന്ന് വെച്ചത് അതാണ് പാടത്ത് പണി വരമ്പത്ത് കൂലി. അപ്പോൾ പാടത്ത് പണിയെടുത്തു, വരമ്പത്ത് കൂലി ഞങ്ങൾ കൊടുത്തു, അതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അതിനനുബന്ധമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പറഞ്ഞു. ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്രതിരോധത്തിലാണെന്ന് പറയുമ്പോൾ ഇത് എവിടുന്നാണ് തുടങ്ങി, ഇതിൻ്റെ ഉത്ഭവം, ഇതിൻ്റെ പ്രഭവസ്ഥാനം എവിടെയാണെന്ന് അറിയണമല്ലോ. 1969 കണ്ണൂർ ജില്ലയിലാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്ന. വാടിക്കൽ രാമകൃഷ്ണനാണ്. എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ ജയരാജനറിയാം. അതിലാരൊക്കെയാണ് ആരോപിത വിധേയരായതെന്നും അദ്ദേഹത്തിനറിയാം. പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട ആളുകൾ പിന്നീട് ഒഴിവായിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യം. എന്തായാലും പ്രഭവസ്ഥാനം എവിടെയാണെന്ന് പരിശോധിക്കണം. അപ്പോൾ ആദ്യം ആക്രമണം ആരംഭിച്ചപ്പോൾ അവർക്ക് പറയാം പ്രതിരോധമാണ്, പിന്നെ വീണ്ടും പ്രത്യാക്രമണം. അപ്പോൾ പ്രതിരോധവും പ്രത്യാക്രമണവുമായി 1969 തൊട്ട് ഇന്ന് വരെ അക്രമങ്ങൾ, കൊലപാതക രാഷ്ട്രീയങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഇറങ്ങുകയാണ്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ജയരാജനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര കൊലപാതകം നടന്നിട്ടുണ്ട്, എത്ര കൊലപാതകം. അപ്പോൾ കേരളം ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ കൊലപാതകം നിയന്ത്രിക്കാനാവുന്നില്ല? ഇതിലെ പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല, അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കത്തക്ക രീതിയിൽ കേസുകൾ ഫ്രെയിം ചെയ്യാനാവുന്നില്ല. അപ്പോൾ അക്രമികൾക്ക് നിർഭയമായി കേരളത്തിൽ വിഹരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം അങ്ങയുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നു? അത് പ്രസക്തമായ ചോദ്യമല്ലേ ശ്രീ MV ജയരാജൻ? ഇരട്ടച്ചങ്കുള്ള നേതാവ് എന്നാണ് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ ഫ്ലക്സുകളിലുമൊക്കെ വിളിക്കുന്നത്. അത്രക്ക് കരുത്തനായ നേതാവിന് മുഖ്യമന്ത്രിയായിരിക്കെ, ആഭ്യന്തര വകുപ്പും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നിരിക്കെ ഇത്ര പ്രമാദമായൊരു കൊലപാതകം നടന്നിട്ട് അതിന്മേൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിയമപരമായ നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് ഭയമുള്ളത് കൊണ്ടല്ലേ കോടിയേരി ബാലകൃഷ്ണന് പ്രതിരോധിക്കാൻ നിങ്ങൾ തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്യേണ്ടി വരുന്നത്? സർക്കാരിൻ്റെ പരാജയം, പിണറായി വിജയന്റെ പരാജയം എന്നും കൂടെ ചൂണ്ടിക്കാണിക്കാവുന്നതല്ലേ ഇക്കാര്യം? അത് കുമ്മനം ആരോപിക്കുകയും ചെയ്യുന്നു. ഇരട്ടച്ചങ്കുള്ള നേതാവ് മുഖ്യമന്ത്രി ആയതോടെ ജിഷ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെ, ധനരാജിൻ്റെ കേസിലെ പ്രതികൾ ഉൾപ്പെടെ എല്ലാ ഇരുമ്പൊഴികൾക്കുള്ളിലായിട്ടുണ്ട്. അത് ചങ്കുറപ്പോടുകൂടി ഭരിക്കുന്നത് കൊണ്ടാണ്. ഇദ്ദേഹം ഈ പറഞ്ഞതെല്ലാം പ്രതികളെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. താങ്കൾ തന്നെ പറഞ്ഞത് പ്രകാരം ശ്രീ MV ജയരാജൻ, ധനരാജിന്റെ കൊലപാതകത്തിൽ 4 BJP പ്രവർത്തകർ അറസ്റ്റിലാണ്. ഇതിനകം 4 BJP പ്രവർത്തകർ. ധനരാജിന്റെ കൊലപാതകത്തിന് എതിരായിട്ട് രാമചന്ദ്രൻ എന്നൊരാളെ കൊന്നിട്ടുണ്ട് CPM പ്രവർത്തകർ, അവരും അറസ്റ്റിലാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ഈ അറസ്റ്റിലായ നിയമത്തിന്റെ വഴികളിലൂടെ അല്ല നമ്മൾ പോകേണ്ടത്. വരുന്ന ആളുകൾക്ക് വരമ്പത്ത് വെച്ച് തന്നെ കൂലി കൊടുത്തേക്കൂ എന്ന് അക്രമത്തിന് ആഹ്വാനം നൽകുന്നത് എങ്ങനെയാണ് ജനാധിപത്യ അവസ്ഥയിൽ, വ്യവസ്ഥയിൽ ഭൂഷണമാവുക രാഷ്ട്രീയ പാർട്ടികൾക്ക്? അക്രമത്തിന് ഇവിടെ ആരും ആഹ്വാനം ചെയ്തിട്ടില്ല. തിരിച്ചടിക്കാൻ പറയുക എന്ന് പറഞ്ഞ അർത്ഥം
മഹാത്മാഗാന്ധിയെ 48-ൽ നാഥൂറാം വിനായക ഗോഡ്സെ എന്ന RSSന്റെ ഒരു പ്രവർത്തകൻ കൊലപ്പെടുത്തിയത് മുതൽ ആരംഭിക്കുന്ന ആദ്യത്തെ ദേശീയ ദുരന്തമെന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയ സംഭവത്തിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്താൽ യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ അക്രമം നടത്താൻ മാത്രം കൊലയാളികളെ സൃഷ്ടിക്കുന്നതാണ് RSS. അതാണ് സുധീഷ് മിന്നി നേരത്തെ പറഞ്ഞത്. ഒരക്ഷരം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു 69-ലെ കാര്യം. ഉണ്ണിത്താനെ ആ ഗാന്ധിയെ കൊന്ന RSSകാരെ കുറിച്ചെങ്കിലും ഒന്ന് പറയണ്ടേ? അതുമുതൽ ഇങ്ങോട്ട് ആരംഭിക്കുന്ന ഈ കൊലയാളി സംഘം RSSന്റെ ചിന്തൻ ബൈഠക്ക് യോഗം ചേർന്ന് തീരുമാനിക്കുന്നു CPM സ്വാധീന കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറി അക്രമം നടത്തണം. അതാണ് ഇവിടെയെല്ലാം നടത്തിയത്. അപ്പൊ അങ്ങനെയൊരു ചിന്തൻ ബൈഠക്ക് തീരുമാനത്തെ അടിസ്ഥാനത്തിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ഒരു കൂട്ടം ഇറങ്ങി പുറപ്പെടുമ്പോൾ പാർട്ടി പ്രവർത്തകന്മാർക്കും ജനങ്ങൾക്കും പ്രതിരോധിക്കുകയല്ലാതെ വേറെ എന്താ വഴി? ഗുജറാത്തിൽ ദളിതന്മാരെ ചുട്ടുകരിച്ച് കൊല്ലാൻ നോക്കുന്ന സമയത്ത് ചത്ത പശുവിൻ്റെ തൊലി ഉരിഞ്ഞപ്പോൾ ജീവനുള്ള മനുഷ്യൻ്റെ തൊലി ഉരിയുന്ന RSSനെ പ്രതിരോധിക്കാൻ ദളിതന്മാർ ഒത്തുകൂടുകയല്ലാതെ വേറെന്താ വഴി? അപ്പൊ പ്രതിരോധം അക്രമമല്ല. യഥാർത്ഥത്തിൽ ധനരാജനെ കൊന്നിട്ടില്ലെങ്കിൽ പിറ്റേന്ന് മറ്റൊരു സംഭവം നടക്കില്ലല്ലോ. ധനരാജന്റെ കൊലപാതകം നിർത്തിയാൽ മതി. RSS കൊലക്കത്തി താഴെ വെച്ചാൽ ഈ ജില്ലയിൽ സമാധാനം ഉണ്ടാവും, ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ RSS ആണ് ഈ അക്രമ പദ്ധതി ഇടുന്നത്. അക്രമം അവർക്ക് നടത്തണം എന്നതുകൊണ്ടാണല്ലോ ശാഖ, അവിടെയാണല്ലോ ആയുധ പരിശീലനം. ശാഖ നിർത്തിയാൽ അക്രമം നിൽക്കും, പിന്നെ പ്രതിരോധത്തിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മൾ പ്രസക്തമായി പറയുന്നത്. ചീമേനിയെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ 5 CPM പ്രവർത്തകന്മാരെ ചുട്ട് കരിച്ച് കൊല്ലുകയായിരുന്നു. അതുകൂടി ഒന്ന് പറയണ്ടേ? എത്ര വേദനാജനകമായ സംഭവമായിരുന്നു. കേരളം മുഴുവൻ ഞെട്ടിപ്പോയ സംഭവം. വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഒരു കൊലപാതകം നടന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അച്ഛൻ അമ്മയുടെ കൺമുമ്പിൽ വെച്ച് 62 വെട്ട് നുറുക്കി കൊലപ്പെടുത്തിയ സുധീഷിനെ ഓർക്കണ്ടേ? ആർക്കാണ് ഓർമ്മയില്ലാത്ത? എല്ലാവർക്കും എല്ലാം ഓർമ്മയുണ്ട് ശ്രീ MV ജയരാജൻ. എന്ന് മാത്രമല്ല, കുട്ടികളടക്കമുള്ളവർ ഈ ചർച്ച കേൾക്കുകയാണല്ലോ എന്നോർത്ത് ഭയപ്പെടുകയും വേണ്ടേ നമ്മൾ? നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ശ്രീ CR നീലകണ്ഠൻ, പ്രതിരോധമാണ്, ആക്രമണമല്ല. RSS ഇങ്ങനെ ആളുകളെ കൊല്ലുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക എന്നതാണല്ലോ എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യം. ആ ചോദ്യം പ്രസക്തമല്ലേ? അത് പ്രസക്തമാണെങ്കിൽ പിന്നെ ഈ അക്രമ രാഷ്ട്രീയം, കൊലപാതകങ്ങൾ, രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഇല്ലാതാകും എന്ന് നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? അല്ല, ഇവിടെ സനീഷ് 2-3 പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഒന്ന്, തീർച്ചയായും അടിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ നിലവിലുള്ള IPC CRPC അടക്കമുള്ള നീതിന്യായ വ്യവസ്ഥകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നാണ് അതിനർത്ഥം. കാരണം എന്നെ ആക്രമിച്ചാൽ ഞാൻ ചെയ്യേണ്ടത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സഖാവ് ജയരാജൻ, ഞാൻ വേറൊന്നും ഉണ്ടല്ലോ, ഞാൻ RSSനെ ഒരു കാലത്തും ന്യായീകരിക്കുന്നില്ല. BJPയും RSSും എല്ലാ കാലത്തും വയലൻസിൻ്റെയും ഫാസിസത്തിൻ്റെയും അക്രമത്തിൻ്റെയും രീതിയാണ് ഇന്ത്യയിൽ എവിടെ അവർ ഉപയോഗിക്കുന്നത്. അതിനൊന്നും ഞാൻ തർക്കം പറയുന്നില്ല. പക്ഷേ പ്രശ്നം, ഇപ്പോൾ CPM ഇവിടെ ഭരണകക്ഷിയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സഖാവ് പിണറായി വിജയനാണ്. IPC CRPC നടപ്പാക്കിക്കോളാം, ഇന്ത്യൻ ഭരണഘടന പാലിച്ചോളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടാണ് ഇവരൊക്കെ അവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയും അതിനോടനുബന്ധ നിയമങ്ങളും ഞാൻ ലംഘിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ അപകടകരമാണ്. കാരണം നാളെ ഇത് ആർക്കും ഉപയോഗിക്കാമല്ലോ. ആർക്കും, എനിക്ക് കാശുണ്ട്, എനിക്ക് 4 ആളുണ്ടെങ്കിൽ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണത്. നാളെ എന്നെ ആക്രമിക്കുന്നു എന്നൊരു പേടി വന്നാൽ എനിക്കും ഇതൊന്നും ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ വിഷയം, ഇതിൽ ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയം തിരിച്ചടിക്കാനാണെങ്കിലും ആദ്യം അടിക്കാനാണെങ്കിലും ഇതിനു വേണ്ടി ഒരു വലിയ ഗുണ്ടാസംഘത്തെ വളർത്തിയെടുക്കുന്നു. ഒരു ക്രിമിനലൈസേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു. സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റോട്ടിൽ ഇറങ്ങാൻ കഴിയാതെ വരുന്നു. മൂന്നാമത്തെ പ്രശ്നം, ആശയപരമായി RSSനെതിരായി നേരിടേണ്ട മതേതരത്വത്തിൻ്റെ ശക്തി ഇവിടെ ദുർബലമാകുന്നു. കാരണം RSSനെ നേരിടേണ്ടത് ഇതാണ് രീതി എന്ന് വന്നാൽ മതേതര രാഷ്ട്രീയം തകരും. സഖാവ് ജയരാജനോട് RSSൻ്റെ രാഷ്ട്രീയവുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, BJPയുടെ ഏറ്റവും വലിയ അക്രമം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. എന്നിട്ട് പോലും ഒരു അക്രമത്തിന് പോകാതിരിക്കുന്നത് രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടാവാനാണ്. രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടായില്ലെങ്കിൽ ഇത് ഹിംസയ്ക്കും ഫാസിസത്തിനും കൂടുതൽ വളക്കൂറുള്ള മണ്ണാവും എന്നാണ്
നമ്മുടെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ. ആ അർത്ഥത്തിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം ഇതിൽ തീർച്ചയായും ഇപ്പോൾ CPM-കാർ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കണമെന്നോ അതൊന്നുമല്ല. CPM പാർട്ടിക്ക് എന്തും തീരുമാനിക്കാം. പക്ഷേ രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് വിശ്വാസമില്ലാത്ത സമൂഹം വന്നാൽ അത് ക്രിമിനലൈസേഷനാണ്. അത് സമൂഹത്തിൽ ആരിലേക്കും വ്യാപിക്കാം. എൻ്റെ ഭയം അതാണ്. നാളെ ഇതൊന്നും വേണമെന്നില്ല. കയ്യിൽ പൈസയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ കുറെ ഗുണ്ടകളെ വെച്ച് എന്നെ അടിക്കാൻ വന്ന് ഞാൻ തിരിച്ചടിച്ചു. ശ്രീ RV ബാബു, ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ എന്നിരിക്കെ ആത്യന്തികമായി സന്തോഷിക്കുന്നത് സംഘപരിവാര പക്ഷമാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുക, അതിലൂടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് CPM എന്ന് സ്ഥാപിക്കപ്പെടുക എന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിലവർ ചെന്ന് പെടുന്നു എന്നതിലാണ് അതിനകത്ത് മാറി നിൽക്കുന്ന ആളുകൾക്കൊക്കെയുള്ള ആശങ്ക. ശ്രീ സുധീഷ് മിന്നി പറഞ്ഞതുപോലെ അക്രമ രാഷ്ട്രീയം, ആളുകളെ കൊല്ലാൻ പരിശീലനം നൽകുകയാണ് ശാഖകൾക്കകത്ത് ചെയ്യുന്നതെങ്കിൽ അത് നിരോധിക്കണമെന്നാണല്ലോ ഒരിക്കൽ അതിനകത്തുണ്ടായിരുന്നയാൾ പറയുന്നത്. സുധീഷ് മിന്നി, ശാഖകൾ നിരോധിക്കപ്പെട്ട് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് സംഘപരിവാര സംഘടനകളും പ്രവർത്തകരും പോകാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞങ്ങളുടെ ഉശിരുള്ള പ്രവർത്തകനായിരുന്നല്ലോ ധനരാജ്, അയാളെ കൊന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടി വന്നത് എന്നവർ പറയുമ്പോൾ അതിന് എന്താകും നിങ്ങളുടെ മറുപടി? സുനീഷേ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കൊന്നും മറുപടി അദ്ദേഹം അറിയിക്കുന്നില്ല മറുപടി. ഞാൻ മറ്റു ചില വിഷയങ്ങളിലേക്ക് കടക്കാം. ഏതായാലും ധനരാജിൻ്റെ വധം, ആ വധത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ധനരാജിൻ്റെ വധത്തിലെ പ്രതികളെ പിടിച്ചത് എങ്ങനെയാണ് സനീഷേ? വഴിയിൽ പോകുന്ന ആൾക്കാരെ പിടിച്ച് അവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ വിവരമാണെന്ന് പറഞ്ഞിട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇതാണ് നടന്നത്. അതല്ലാതെ തെളിവുകളൊന്നുമില്ലല്ലോ. ഇത് ഗോവിന്ദൻകുട്ടി മാഷ് ചർച്ചയിൽ പറഞ്ഞത് എന്താ? ഗോവിന്ദൻകുട്ടി മാഷ് തന്നെ ഇതുപോലുള്ള ചാനൽ ചർച്ചയിൽ പറഞ്ഞത് മുഖംമൂടി ധരിച്ചു വന്ന ആൾക്കാരാണ് ഇത് ചെയ്തതെന്നാണ്. ഈ ആളുകൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ 15 കിലോമീറ്റർ അപ്പുറം ആണ് രാമചന്ദ്രൻ എന്ന BMS പ്രവർത്തകൻ താമസിക്കും. 15 കിലോമീറ്റർ അപ്പുറം, 15 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നത് രാമചന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ രാമചന്ദ്രനെ ആക്രമിക്കുന്നതിന് മുൻപായിട്ട് യുവമോർച്ചയുടെ പ്രസിഡന്റ് അരുണിൻ്റെ വീട്ടിലെത്തുന്നു, ജില്ലാ കാര്യവാഹ് രാജേഷിൻ്റെ വീട്ടിലെത്തുന്നു. ഇപ്പോൾ പോരാഞ്ഞു ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്താ? കോടിയേരി ബാലകൃഷ്ണനും ജയരാജനും കൂടിയും പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു നിമിഷം അതവിടെ നിൽക്കട്ടെ. പോലീസ് ചോദ്യം ചെയ്യുന്നു, ഇവർ നിരപരാധികളാണെന്ന് കണ്ട് വിടുന്നു. അറിയാവുന്ന പോലെ ധൻരാജ് കൊല്ലപ്പെട്ടതിന് ശേഷമാണല്ലോ ഈ രാമേന്ദ്രനെതിരെയുള്ള കൊലപാതകം നടക്കുന്നത്. ഒന്ന് അതാണ് ഇവരുടെ ഈ ഇന്നത്തെ ഈ പോയിന്റ്. അവർ രണ്ടുപേരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം അതാണ്. അതായത് നിങ്ങൾ ആക്രമണം നടത്തുന്നു, ഞങ്ങൾ പ്രതിരോധിക്കുന്നു, ഞങ്ങൾക്കതല്ലാതെ മറ്റു മാർഗമില്ല എന്നാണല്ലോ അവർ പറയുന്നത്. താങ്കൾ പറയാതെ ഒഴിഞ്ഞു മാറിയ ആ കാര്യമുണ്ടല്ലോ, ശാഖകളിൽ ഈ പറയുന്ന അക്രമം നടത്താനാണ് പഠിപ്പിക്കുന്നതെന്ന് അവരുടെ ആരോപണം. എന്തിനാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടത്തുന്നത്? നിങ്ങൾ ഈ അക്രമം, അവരുടെ നേരത്തെ തന്നെയുള്ള ആരോപണം, RSSൻ്റെ മുതിർന്ന നേതൃത്വം കണ്ണൂരിൽ വന്ന് ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചത് പ്രകാരമാണ് അവിടെ കൊലപാതകങ്ങൾ നടക്കുന്നതെന്നാണ്. ഈ ധൻരാജിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് കുഴപ്പങ്ങളുണ്ടായത്. ഇവർക്ക് ഈ മട്ടിൽ വലിയ പ്രസ്താവനകൾ നടത്തേണ്ടി വരുന്നത്, ആളുകളെ ഭീഷണിപ്പെടുന്ന തോതിൽ പ്രസംഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആത്യന്തികമായി ഇതൊരു പ്ലാൻ ചെയ്യപ്പെട്ട രാഷ്ട്രീയ കളിയാണ് ഈ നടക്കുന്നത്. RSS ആണ് അതിന് പിന്നിൽ എന്ന ഇവരിരുവരും നടത്തിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയില്ലേ? അതിന് മറുപടി നൽകിയിട്ടല്ലാതെ മുന്നോട്ട് പോകാനാകുമോ? സനീഷേ, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രതികൾ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ്. ഇത് യഥാർത്ഥ പ്രതികളല്ല. അവിടെ ധനരാജൻ കാപ്പ ചുമത്തപ്പെട്ട 18 കേസുകളിലെ ഗുണ്ടയായിരുന്നു. ധനരാജനെതിരെ ഒട്ടനവധി കേസുകളുണ്ട്. ധനരാജന് മറ്റനേകം ശത്രുക്കളുണ്ട്. ഇപ്പോൾ ഈ കൊലപാതകം RSSൻ്റെ മേൽ കെട്ടിവയ്ക്കപ്പെട്ട കൊലപാതകമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, ഈ ധനരാജൻ്റെ കൊലപാതകത്തിൻ്റെ പ്രതികൾ ആരാണ് എന്ന് പോലീസ് പറയുന്നതിന് മുമ്പേ തന്നെ രാമചന്ദ്രൻ 15 കിലോമീറ്റർ അപ്പുറമുള്ള രാമചന്ദ്രനെ കൊലപ്പെടുത്തി. അത് പ്രത്യാക്രമണമെന്ന് പറയുന്നു. 15 കിലോമീറ്റർ ദൂരം. എങ്ങനെ? അപ്പോൾ ഇവർ നേരത്തെ തന്നെ ആരെയൊക്കെയാണ് കൊലപ്പെടുത്തേണ്ടത് എന്ന് ടാർഗറ്റ് ചെയ്യുന്നു. ഈ രാമചന്ദ്രന് ഭീഷണി ഉണ്ടായിരുന്നു, റീത്ത് വച്ചിരുന്നു രാമചന്ദ്രനെതിരെ. രാമചന്ദ്രൻ മറ്റൊരു RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ സാക്ഷിയാണ്. ആ കേസിലെ സാക്ഷിയാണ്. അപ്പോൾ അയാൾക്കെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നേരത്തെ മറ്റൊരു വ്യക്തി പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഈ ചർച്ചയിൽ അദ്ദേഹം എന്തൊക്കെയോ വിഡിത്തങ്ങൾ പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. ഇന്ത്യയിൽ നിന്ന് 40-45 RSSൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ RSSൻ്റെ ഈ ദണ്ഡയുദ്ധ പഠിപ്പിക്കുന്നുണ്ട്, അവിടെയൊക്കെ നീദ്ധ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കളരി പഠിപ്പിക്കുന്നതും കരാട്ടെ പഠിപ്പിക്കുന്നതും ഒക്കെ പ്രതിയോഗികളെ എന്നുള്ള നിലയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം അങ്ങനെ അത് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒന്നും ഈ ആക്രമണങ്ങൾ നടക്കുന്നില്ലല്ലോ.
എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ആക്രമണം നടക്കുന്നത്? അതൊരു ചോദ്യമാണ് ശ്രീ സുധീഷ് മിനി. എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയും CPM-കാരോട് പറയുന്നത് യുവതീ യുവാക്കളെ ആയുധമെടുത്ത് പ്രതിരോധിക്കാൻ പഠിപ്പിക്കണമെന്നാണ്. അക്കാര്യങ്ങൾ ശാഖയ്ക്കകത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് തെറ്റ്? ഈ പറയുന്ന രാജ്യത്തെമ്പാടും RSS ശാഖകൾ നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം എന്താണ് നടത്താൻ പാടില്ല, ആളുകളെ കൊല്ലാനാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ശ്രീ സുധീഷ് മിന്നെ? ഒരൊറ്റ കാര്യം ഇവിടെ ചർച്ചയിലൂടെ നമുക്ക് നോക്കിയാൽ അത് കാണാൻ കഴിയും. അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും CPIM-നെതിരാണ്. CPIM കേരളം ഭരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മതേതരമായ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ മതേതര രാജ്യത്തിൽ ഈ RSS-ന് എന്താണ് പ്രശസ്തി? ഇതിൻ്റെ പ്രാർത്ഥനയിൽ അടുത്ത വരി ഇത് മനസ്സിലാക്കേണ്ടിയിട്ട് ഇത് ഒരാൾക്കും അറിയില്ല ഈ പ്രാർത്ഥനയുടെ വരി എന്താണെന്ന്. ഇതിൻ്റെ അർത്ഥം അറിയുന്ന ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ ആദ്യം ഇതിനെ നിരോധിക്കൂ. അടുത്ത വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രഭോ ശക്തിമൻ ഹിന്ദു രാഷ്ട്രാംഗഭൂത. ശക്തിമത്തായ ഒരു ഹിന്ദു രാഷ്ട്രം എനിക്കുണ്ടാക്കണം. അതിന് ഞാൻ അരയും തലയും ഒക്കെ മുറുക്കിയിരിക്കുകയാണ്, ആയുധവുമായി ഇരിക്കുകയാണ്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ മതേതര സമൂഹത്തെ അല്ലെങ്കിൽ ഈ സാർവലൗകികതയെ ഇല്ലാതാക്കാനുള്ള ഈ സംഘടനയുടെ പരിശ്രമം അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവർ ആയുധ പരിശീലനം നടത്തുന്നു, ഇതേപോലെ ചാവേറുകളായി കടന്നു വന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നു, കൊല്ലുന്നു. അതിനെ പ്രതിരോധിക്കാനെങ്കിലും ആളുകൾ തയ്യാറായില്ല എങ്കിൽ ഒരുപാട് ശവം ഇവിടെ വീഴും, അത് ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ഇവിടെ മരിച്ചു വീഴും. അത് മനസ്സിലാക്കി തന്നെയാണ് സഖാവ് കോടിയേരി പറഞ്ഞത് യുവതീ യുവാക്കൾ എല്ലാവരും, അത് കോൺഗ്രസിൽപ്പെട്ടതായാലും എല്ലാവരും ആയുധ പരിശീലനം നടത്തണം. കാരണം അവരെയും കൊന്നെടുക്കാൻ വേണ്ടി ഈ രാക്ഷസന്മാർ അവരുടെ ഇടയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആഹ്വാനമാണത്. ഞാൻ തിരിച്ചു വരാം. 5 അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിപ്പോൾ CPM നേതൃത്വത്തിലുള്ള സർക്കാർ അല്ലായിരുന്നു നാട് ഭരിക്കുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ കർക്കശമായ നടപടികൾ ഉണ്ടാകും. ഇത്തരത്തിൽ ആളുകളെ പേടിപ്പിക്കുന്ന പ്രസ്താവനകൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകളിൽ നിന്ന് വരില്ല. അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ തന്നെയും നിയമ നടപടികൾ എടുക്കാം എന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇതേ അഭിപ്രായം കോടിയേരി ബാലകൃഷ്ണനും P ജയരാജനും അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്ന അതേ അഭിപ്രായമുള്ള RSS-നെ പ്രതിരോധിക്കേണ്ടതാണ് ഏത് വിധേനയെങ്കിലും എന്ന നിലപാടുള്ള ആളാണ് കേരളം ഭരിക്കുന്നത്, സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ മട്ടിൽ നിങ്ങളിപ്പോൾ അഹിംസയും ഇവർ രണ്ടുപേരും ഒരുപോലെ കുഴപ്പക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തുക പോലും ചെയ്താലും ഈ സംഘർഷം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും തുടരുകയാണ് ചെയ്യുക എന്നതിനുള്ള തെളിവായിട്ട് വേണ്ടേ ഈ ഉറച്ചു നിന്നുള്ള പ്രസ്താവനകളെ കാണാൻ? എൻ്റെ ബഹുമാനനായ സുഹൃത്ത് ശ്രീ ജയരാജൻ അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെക്കുറിച്ച് പോലും ഞാൻ മൗനം അവലംബിച്ചു എന്നുള്ളതാണ്. RSS ആണ് കൊന്നതെന്നുള്ളതാണ്. നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തയുമാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്നും അവർ RSSകാരാണെന്നും പറഞ്ഞതിന് സുപ്രീം കോടതി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് മാപ്പ് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റായ ശ്രീ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും മാപ്പ് പറയില്ലെന്നും അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞ് വേണ്ടിയിരുന്ന ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു നയം അക്കാര്യത്തിൽ എന്താണെന്ന് അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ജയരാജൻ. അതുകൊണ്ടാണ് ഞാനത് വിട്ടുകളഞ്ഞത്. പിന്നെ പഴയ ഹിന്ദു മഹാസഭയുടെയും RSSൻ്റെയും ജനസംഘത്തിൻ്റെയും ജനതാ പാർട്ടിയുടെയും BJPയുടെയും ഒക്കെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് ഇത്തരം ചർച്ചകൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ റൂട്ട് മാർച്ച് ഇത്തവണ ദൂരദർശനാണ് കാണിച്ചത്. ദൂരദർശനകത്ത് അവർ പറഞ്ഞത് ഹിന്ദു ഓങ്കോ സംഘമേ മാനാക പടേക ഓരേക്ക് ഹിന്ദു രാഷ്ട്രക്കോ ഉഠാന പടേക എന്നാണ്. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഹിന്ദുക്കളോട് സംഘടിക്കാനാണ് പറയുന്നത്. അതാണല്ലോ അവർ പറഞ്ഞത്. അവരിപ്പോൾ മുസ്ലിം മുക്ത ഭാരതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുക്ത ഭാരതം അതിനേക്കാൾ പ്രാമുഖ്യം അവർ കൊടുക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ്. എന്തുകൊണ്ടാണ് BJP കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്ന് പറയുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ചർച്ചയിൽ പറയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന പോലെ ശ്രീ VM സുധീരൻ ഒരു പ്രസ്താവന നടത്തുന്നു, ശ്രീ കാനം രാജേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തുന്നു, ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു പ്രസ്താവന നടത്തുന്നു. അതുപോലെ കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ
ഒരു പ്രസ്താവന ഇന്ന് ശ്രീ കോടിയേരി നടത്തിയ പോലെ നടത്തിയാൽ, ജയരാജൻ നടത്തിയ പോലെ നടത്തിയാൽ, എല്ലാവരും കൂടെ അങ്ങോട്ട് നിയമം കയ്യിലെടുക്കുകയാണ്. ആരും നിയമത്തെ ഉപയോഗിക്കുന്നില്ല. ഈ ശ്രീ നീലകണ്ഠൻ സൂചിപ്പിച്ച പോലെ ഒരു ആക്രമണം ഉണ്ടായാൽ ആരും പോലീസിനെ സമീപിക്കുന്നില്ല. എല്ലാവരും പ്രതിരോധം തീർക്കാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ കേരളം ചോരപ്പുഴ ഒഴുകത്തില്ലേ? യുദ്ധക്കളമായി മാറത്തില്ലേ? സമാധാന പ്രേമികളായ ആളുകൾക്ക് ഇവിടെ ജീവിക്കാനാകുമോ മിസ്റ്റർ ജയരാജൻ? അപ്പോൾ സമാധാന കാംക്ഷികൾ ആയുധം എടുക്കാനല്ല പറയേണ്ടത്, ആയുധം താഴെയിടാനാണ്. ശ്രീ ജയരാജനെ പോലെ, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പോലെ ബാക്കിയുള്ളവർക്കും ആകാം. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരാൾ അക്രമം കാണിച്ചാൽ അവനെ അടിച്ചമർത്താനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ആയുധം കയ്യിലുള്ളപ്പോൾ പിന്നെന്തിനാ ഗവൺമെൻറ് ആ ആയുധം ഉപയോഗിക്കാതെ പാർട്ടി പ്രവർത്തകരോട് ആയുധം എടുക്കാൻ പറയുന്നത്? ഇവിടെ നമുക്കറിയാം, ന്യൂനപക്ഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. കാസർഗോഡ് മുസ്തഫയെ കൊന്നു. ആരാ കൊന്നത്? ആരാ പ്രതികൾ? ആരാ ജയിലിൽ കിടക്കുന്നത്? ഷുക്കൂറിനെ കൊന്നു. ആരാ ഷുക്കൂർ? കൊന്നതാരാ? ആരൊക്കെയാ പ്രതികൾ? ഫസലിനെ കൊന്നു. ഇവരെല്ലാം ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ കൊന്നതാരാ? പ്രതികളാരാ? പ്രതിസ്ഥാനത്താരാ? എല്ലാവർക്കും അറിയാം. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, അപ്പോൾ കൊല ആര് നടത്തിയാലും മരിക്കുന്ന ആ കൊലപാതകത്തിൻ്റെ ഒരു നമ്മളിവിടെ 51 വെട്ടുവെട്ടി, 56 വെട്ടുവെട്ടി, എത്ര വെട്ടിയാലും ജീവൻ എടുത്തു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ എത്ര വെട്ടിയാലും അതൊരു കാര്യമല്ലല്ലോ. മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 50, 100, 200 വെട്ടായാലും അതിൽ കാര്യമില്ല. ജീവൻ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ടാകുന്ന വേദന. ഇവിടെ എത്ര പേർ വിധവകളായി കഴിയുന്നു? അതാണ് വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ ശ്രീ എം വി ജയരാജൻ. തിരിച്ചു വരാം ശ്രീ രാജ്മോഹൻ. ശ്രീ എം വി ജയരാജൻ, അതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാതെ പോകുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെ മുതൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം അതാതിൻ്റെ നേതാക്കൾ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിച്ചോളൂ, കൊന്നോളൂ എന്ന് പ്രസ്താവന നടത്തിയാൽ, വരമ്പത്ത് കൂലി തന്നെ കൊടുത്തോളൂ എന്ന് പ്രസ്താവന നടത്തിയാൽ പിന്നെ ഈ നാട്ടിൽ എങ്ങനെയാണ് ജീവിക്കാനാവുക? ഈ രാഷ്ട്രീയ പാർട്ടികളിലൊന്നും പെടാതെ ജീവിക്കുന്ന സമാധാന പ്രേമികളായിട്ടുള്ള 3/4 പേർക്കും എങ്ങനെയാണ് ജീവിക്കാനാവുക? സമാധാനം കൊണ്ട് വേണം ഇതിനെ നേരിടാൻ എന്ന് പറയേണ്ടതിന് പകരം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷി അവരുടെ തന്നെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടായിരിക്കെ, നിയമത്തിൻ്റെ സകലമാന ആയുധങ്ങളും കയ്യിലുണ്ടായിരിക്കെ ചെന്ന് കൊന്നുകൊള്ളൂ അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊള്ളൂ എന്ന് പറയുന്നത് എത്രമേൽ നിരുത്തരവാദപരമായ നിലപാടാണ് ശ്രീ എം വി ജയരാജൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും അത് ആവർത്തിച്ച് ചോദിച്ചിട്ടും മനസ്സിലാകാത്തത്? UDF പോലെ ഇടതുപക്ഷം പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു നയമുള്ള മുന്നണിയല്ല, ഒരു സർക്കാരുമല്ല. എന്നു മാത്രമല്ല, പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് തുടർന്നുള്ള അക്രമങ്ങൾ ഒഴിവായത്, പ്രതികളെ പിടിച്ചത്. ഇവിടെ ചില പേരുകൾ, 2-3 പേരുകൾ നിങ്ങൾ പറഞ്ഞു. ഞാൻ നിരത്തട്ടെ പേരുകൾ: അബ്ദുൾ ഷെരീഫ്, ദീപു, മനോജ് കുമാർ, സജിൻ, ഒരു നിമിഷം അങ്ങനെ ഒരു 100,000 പേരുകൾ പറയാനുണ്ടാവും. നമുക്കറിയാവുന്നതാണല്ലോ ഈ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സ്ഥിതി. അതല്ല, താങ്കൾ തന്നെയും പറഞ്ഞില്ലേ പോലീസ് കാര്യക്ഷമമായി ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടാണ് തുടർ സംഭവങ്ങൾ ഉണ്ടാകാതെ പോയത് എന്ന്. താങ്കളുടെ നേതാവ് എന്താണ് പറയുന്നത്? അവിടെ പറഞ്ഞത് ഈ പോലീസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയാണ്, RSSനൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? ഈ സർക്കാരിൻ്റെ കാലത്ത് പോലീസിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ അക്കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വികാരമിളക്കിവിട്ട് നിങ്ങൾ പ്രതിരോധിച്ചുകൊള്ളൂ, വരുന്നവരെ അടിച്ചു തിരിച്ചോടിച്ചുകൊള്ളൂ, ആരും സന്തോഷത്തോടെ തിരിച്ചു പോകരുത് എന്നൊക്കെ പറയുന്നത് അക്രമത്തിനുള്ള, കലാപത്തിനുള്ള ആഹ്വാനമല്ലാതെ മറ്റെന്താണ്? താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പോലീസ് അവരുടെ പണി ചെയ്യുന്നുണ്ടല്ലോ. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ അതിന് വിട്ടുകൊടുക്കുക. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ബഹളമുണ്ടാക്കാതെ ശാന്തരായി നിയമത്തിൻ്റെ വഴിയിൽ കാത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? പോലീസിൻ്റെ പണിയെടുക്കണം. പോലീസിനെ കുറിച്ച് ഒരു വിമർശനം ഉന്നയിച്ചത് അവർ 4 പേരെ പിടിച്ചു, ശരിയാണ്. പക്ഷേ FIRൽ പ്രതിസ്ഥാനത്തുള്ള ജില്ലാ കാര്യവാഹായ രാജേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ട് വിട്ടയച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസിൻ്റെ ധർമ്മം പോലീസിന് ഓർമ്മപ്പെടുത്തി. പോലീസ് ഇരകളുടെ പക്ഷത്ത് നിൽക്കണം. ഞങ്ങളൊരു നിയമവാഴ്ചയും ലംഘിക്കുന്നില്ല. IPCയോ CRPCയോ ഒന്നും ലംഘിക്കുന്നില്ല. ഇതേ നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഒരു മനുഷ്യനെ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അവന് ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാനുള്ള അവകാശം, അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു അവകാശമാണ്. അത് CPMനും CPMന്റെ പ്രവർത്തകന്മാർക്കും നിഷേധിക്കുന്നു. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, അക്രമം അവസാനിച്ചാൽ ഇത് തീരുമല്ലോ. ഇദ്ദേഹം പറഞ്ഞല്ലോ 45,000 ശാഖ, ഇത് കേരളത്തിൽ മാത്രമാണോ അക്രമം നടത്തുന്നത്?
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ ഈ ശാഖയിൽ പരിശീലനം നേടിയ RSSകാരെ ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ വേട്ടക്കാണ്. ഗുജറാത്തിൽ 2000-ഓളം മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കിയത്. എത്രയെത്ര അക്രമ പരമ്പരകൾ ഈ ശാഖയിൽ നിന്ന് പരിശീലനം നേടിയ RSSന്റെ ആളുകളെ കൊണ്ട് ചെയ്യിച്ചു. ഈ ശാഖ നിർത്താൻ പറഞ്ഞാൽ എന്താ ഇത്ര വെപ്ലാണ്? അതുകൊണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. RSS കൊലക്കത്തി താഴെയിട്ടാൽ സമാധാനം ഉണ്ടാവും. RSSന്റെ ശാഖയെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ ഇത്രമാത്രം വസ്തുനിഷ്ഠമായിട്ടുള്ളതാണോ? താങ്കളും ശ്രീ സുധീഷ് പിന്നെയും പറയുന്നത് ആയുധ പരിശീലനമാണ്, ആളുകളെ കൊല്ലാനാണ് എന്ന്. ശാഖയിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് താങ്കൾ മറക്കരുത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ശാഖയിലെ അംഗമായിരുന്നയാളാണ്, RSSകാരനാണ്. രാഷ്ട്രീയ പ്രവർത്തനമാണ് അവരും നടത്തുന്നത്, അവരുടെ രാഷ്ട്രീയമാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനെ അടിച്ച് കൊന്നു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെയാണത് വിലപ്പോവുക? മതേതര രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഇല്ലാതായി പോവുകയാണ്. അതിന് നെഗറ്റീവായ തോതിലാണ് ഇത് വന്ന് ഭവിക്കുക എന്ന് കൂടെ പറയുന്നുണ്ടല്ലോ ശ്രീ CR നീലകണ്ഠൻ. അതല്ലേ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം? ഇവിടെ നമ്മളെല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരാൾ ശാഖയിൽ പോയി ദീർഘകാലം ഈ പരിശീലനത്തിൽ പങ്കെടുത്ത് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് RSSന്റെ ശാഖാ പ്രവർത്തനം ഉപേക്ഷിച്ച് വന്നയാളാ സുധീഷ് മിന്നി. അത് മറക്കരുത്. അദ്ദേഹമാണ് പറഞ്ഞത് ശാഖയിൽ ആയുധ പരിശീലനമാണ് നടത്തുന്നതെന്ന്. അത് ഇതുവരെ BJPയുടെ പ്രതിനിധി നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അത് സമ്മതിക്കുകയാണ് BJP ചെയ്യുന്നത്. പിന്നെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ CPM-ഉം ഇടതുപക്ഷവും അല്ലാതെ മറ്റേത് പ്രസ്ഥാനമാണ് ഈ കാലത്ത് ഉറച്ചു നിന്നത്? ഇതാ ഗുജറാത്തിൽ ദളിത് വേട്ട നടന്നു. AAPയുടെ നേതാക്കന്മാരല്ല അവിടെ പോയത്, CPM-ന്റെ വൃന്ദാക്കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് അവിടെ പോയത്. ദളിതന്മാർക്കെതിരായ പീഡനം, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പീഡനം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു നയം മുഹമ്മദ് അഖിലാഖിനെ ഇഷ്ടിക കൊണ്ട് ഇടിച്ചു കൊന്നപ്പോ അവിടെ നിങ്ങളുടെ രാഷ്ട്രീയം എതിർക്കപ്പെടേണ്ടതാണ് എന്ന വിശ്വാസമുണ്ട് CPM നേതൃത്വത്തിന്. സ്വാഭാവികമാണ്, അങ്ങനെ സ്വാഭാവികമാണ്. രാഷ്ട്രീയമായ എതിരാളികളെ രാഷ്ട്രീയമായി തന്നെ നേരിടാം. പക്ഷേ നിങ്ങളുടേത് ആളുകളെ കൊലപ്പെടുന്ന നയമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നു എന്ന നിലപാടിൽ നിന്ന് അവർക്ക് മാറ്റമേയില്ല. ശാഖയിലടക്കം നടക്കുന്ന ഇതാണ് എന്നവർ ആവർത്തിക്കുന്നു. ശ്രീ RV ബാബു. സനീഷേ, ജയരാജൻ പറഞ്ഞല്ലോ ഞങ്ങൾ പ്രത്യാക്രമണമാണ് നടത്തുന്നത്, പ്രതിരോധമാണ് ഞങ്ങളുടേതെന്നാണ്. TP ചന്ദ്രശേഖരന് എതിരെ നടത്തിയ കൊലപാതകം, TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പ്രതിരോധമായിരുന്നു ജയരാജ? അതൊന്ന് വെളിപ്പെടുത്താമോ? ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഫസലിനെ കൊലപ്പെടുത്തിയത് എന്തിൻ്റെ പ്രതിരോധമായിരുന്നു? ഇതൊന്ന് പറയൂ, ഇത് ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ. ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം കള്ളത്തരങ്ങൾ ഇനി കോടിയേരി ബാലകൃഷ്ണൻ, ജയരാജനൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കും? സിനീഷെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സിനീഷെ, ഞാൻ ഇടപെട്ടിട്ടില്ല. ജയരാജ്, വിനോദനെ രവീന്ദ്ര റാവുവിനെ കൊന്നത് എന്തിനാണ്? മിനീഷിനെ കൊന്നത് എന്തിനാണ്? ഷിഹാബിനെ കൊന്നത് എന്തിനാണ്? ശ്രീരാജിനെ കൊന്നത് എന്തിനാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് മറുപടി പറയൂ ബാബു. ഏതിനോടുള്ള പ്രതിരോധമായിരുന്നു? അതെ, ഇത് പറയൂ. എന്തിനാണ് ധനരാജിനെ കൊന്നത്? അതിന് മറുപടി പറയൂ. എന്തിനാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്? അതിന് മറുപടി പറയൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ കൊലപ്പെടുത്തിയത്? നിങ്ങൾ ധനരാജനെ കൊന്നത് RSS അല്ല എന്നവർ പറയുന്നു. ധനരാജനെ കൊന്നതിൽ RSSന് പങ്കില്ല. പിടിയിലായ പ്രതികളെ രാഷ്ട്രീയമായ എതിർപ്പ് കൊണ്ട് നിങ്ങൾ പിടിച്ചകത്തിട്ടതാണ് എന്ന് പറയുന്നുണ്ട് ശ്രീ RV ബാബു. താങ്കൾ കേട്ടോ ശ്രീ MV ജയരാജൻ? ധനരാജനെ കൊന്നത് RSS അല്ല, BJP അല്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. നിങ്ങൾ യുദ്ധം നടത്തുന്നവരല്ലേ? നിങ്ങൾ യുദ്ധം നടത്തുകയല്ലേ? നിങ്ങൾ ആക്രമിക്കുകയല്ലേ? നിങ്ങൾ എന്തിനാ ഗാന്ധിയെ കൊന്നത്? പറയ്.
ശ്രീ എം വി ജയരാജൻ ഗാന്ധിയൊക്കെ കൊല്ലപ്പെട്ട് ഒരുപാട് കാലമായി, അദ്ദേഹത്തോടുള്ള ബഹുമാനം മുഴുവൻ വെച്ചുകൊണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ട് ഒരുപാട് കാലമായി, ഗാന്ധിയെ അത് കൊന്ന ചർച്ച നീതിന്യായ പ്രക്രിയയിലൂടെ കടന്നുപോയി. ഗാന്ധിയെ കൊന്ന നമ്മൾ ചർച്ച അദ്ദേഹം കൂടെ ഉണ്ടാക്കിയ ഒരു ജനാധിപത്യ സ്വതന്ത്ര രാജ്യത്തിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൊലപാതകത്തിന്റെ കണക്കുകൾ നിങ്ങൾ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറയുന്നത്, നീതിന്യായ വ്യവസ്ഥയുള്ള നാട്ടിൽ ഞങ്ങൾ പ്രതിരോധിക്കും, സർക്കാർ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ശ്രീ എം വി ജയരാജൻ. ലോക്സഭ അംഗത്വം കൊടുത്ത് 2 പ്രാവശ്യം ലോകസഭയിലേക്ക് ജയിപ്പിച്ചത് ഗാന്ധി വധക്കേസിലെ രാഷ്ട്രീയ ഗാന്ധി വധക്കേസല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞാൻ താങ്കളുടെ തിരിച്ചു വരാം. CR നീലകണ്ഠൻ, ഇതാണ് സ്ഥിതി. അതായത് ഏതെങ്കിലും നിലക്ക് പിന്നിലേക്ക് പോകാൻ ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ 10,000 പേരുകളുണ്ട്, ഇങ്ങോട്ട് വാങ്ങാൻ 100 കണക്കിന് പേരുകളുണ്ട്. എങ്ങനെയാണ് ഇതിനൊരു അവസാനമാവുക ശ്രീ CR നീലകണ്ഠൻ? അല്ല, ഇതില് സഖാവ് ജയരാജൻ, ഞാൻ ജയരാജന്റെ രാഷ്ട്രീയത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലൊരു ചെറിയ അബദ്ധമുണ്ട്. വൃന്ദാക്കാരായിട്ട് ചെല്ലുന്നതിന് വളരെ മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാൾ പൂനെയിൽ പോയിരുന്നു എന്ന കാര്യം അദ്ദേഹം മറക്കണ്ട. അത് അദ്ദേഹത്തിന് ന്യൂസ് നോക്കിയാൽ അറിയാം. അതുകൊണ്ടല്ല, പോയിട്ടുണ്ട്. അല്ല, അത് CPM നേതാക്കളും ആം ആദ്മി പാർട്ടി നേതാക്കളും പോയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മുടെ വിഷയം അതല്ല ശ്രീ CR നീലകണ്ഠൻ, അതല്ല. എങ്ങനെയാണ് പര്യവസാനം അക്രമ രാഷ്ട്രീയത്തിനുള്ള ബഹുമാനം നിലനിർത്തി പറയട്ടെ, കെജ്രിവാൾ ആദ്യം പോയിട്ടില്ല. എം വി ജയരാജൻ, അതവിടെ നിൽക്കട്ടെ. ആരോ ഒരാൾ പോയിട്ടുണ്ട്. ശരി, അതവിടെ നിൽക്കട്ടെ. 2 പേരും പോയിട്ടുണ്ട്. CR നീലകണ്ഠൻ, നമ്മുടെ വിഷയത്തിലേക്ക്. എന്റെ സമയം കുറവേ ഉള്ളൂ. ആദ്യം പോയൊന്നല്ല, പോയ തീയതിയെ കുറിച്ചല്ല. നിങ്ങളെ BJP ഒരു പോയി 2 പേരും പോയിട്ടുണ്ട്. ആരോ ഒരാൾ ആദ്യം പോയി. ശ്രീ CR നീലകണ്ഠൻ, ഇതാണ് നമ്മുടെ വിഷയം. ഞാൻ പോയില്ലേ പറഞ്ഞുള്ളൂ. അവരവരുടെ ആക്രമ സംഭവങ്ങളിൽ അല്ലെങ്കിൽ അതിനോട് റിഗ്രറ്റ് ഇല്ലാതെ പശ്ചാത്താപമില്ലാതെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ എങ്ങനെയാണ് നാട്ടിൽ സമാധാനം ഉണ്ടാവുക ശ്രീ CR നീലകണ്ഠൻ? ആ വിഷയത്തിൽ രാഷ്ട്രീയം അല്ല ഞാൻ പറയുന്നത്. RSSനും CPMനും സ്വന്തം രാഷ്ട്രീയം സമാധാനപരമായി ജനാധിപത്യപരമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോഡി നേരിട്ട് ഭരിക്കുന്ന ഡൽഹിയിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടുന്ന ആം ആദ്മി പാർട്ടി. ഒരു സംശയവും വേണ്ട ജയരാജൻ, ഇന്ന് BJPക്ക് വെല്ലുവിളി ഉയർത്തുന്ന ആം ആദ്മി പാർട്ടി തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ. ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. വലിയ പോരാട്ടം നടക്കുകയാണ്. അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം അതിന് തർക്കമില്ല. ഇവിടത്തെ വിഷയം അതല്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്ത. സഖാവ് ജയരാജൻ ഡൽഹിയിൽ പൊരുതുന്നുണ്ട്. അത് അതറിയാം നമുക്ക് എല്ലാവർക്കും. അവിടെ നിൽക്കട്ടെ. CR നീലകണ്ഠൻ, താങ്കൾ പറയൂ. പിന്നെ അല്ല, അതല്ല ചോദ്യം. അല്ല ഞാൻ പറഞ്ഞത്. അല്ല അതല്ല. വേറെ ആരെയും സംസാരിക്കാൻ അനുവദിക്കില്ലേ ജയരാജൻ? ഞാൻ വേറെ ആരെയും സംസാരിക്കാൻ അനുവദിക്കില്ലേ? ഒരു മിനിറ്റ് പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ജനങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ സമാധാന പ്രേമികളായ ബഹുഭൂരിപക്ഷത്തെയും മതേതര വിശ്വാസികളായ ബഹുഭൂരിപക്ഷത്തെയും RSSനെതിരായി സംഘപരിവാറിനെതിരായി നിങ്ങൾക്ക് കൂടെ നിർത്തണമെങ്കിൽ ഞാൻ പറയുന്നത് അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം RSSും CPM തമ്മിലുള്ള സംഘടനം എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ ഉത്തരവാദിത്വം CPMനാണ് എന്നവർ തിരിച്ചറിയണം എന്നാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇവിടെ പ്രശ്നം. ഇത് RSS CPM കാരനെ കൊല്ലുന്നു, CPM RSSനെ കൊല്ലുന്നു എന്ന രൂപത്തിൽ ഉള്ള ഒരു പ്രശ്നമാണ്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, തീർച്ചയായും അതിന് അനിവാര്യതയുണ്ട്. ആ പോരാട്ടം ഇന്ത്യയിൽ നടക്കണം. അതിൽ മതേതര കക്ഷികൾ മുഴുവൻ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പോലും RSS അക്രമകാരികളാണെന്ന് പറയണമെങ്കിൽ മറുവശത്ത് ഞങ്ങൾ അക്രമം ചെയ്യില്ല, ഞങ്ങൾ നിയമപ്രകാരം ഞങ്ങളുടെ നിയമം ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കില്ല. വേണ്ട, പോലീസ് സത്യസന്ധമായി ഇടപെടട്ടെ. പോലീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് സഖാവ് ജയരാജൻ എന്നെ അടിക്കാൻ വന്ന ആളെ ഞാൻ തിരിച്ചടിക്കാൻ പോയാൽ എനിക്ക് പിന്നെ എന്തിനാ പോലീസ്? എൻ്റെ ചോദ്യം അതാണ്. അത് നമുക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. വളരെ പ്രസക്തമായ കാര്യമല്ലേ ഈ പയ്യന്നൂരിൽ ധൻരാജ് എന്ന സഖാവിന്റെ കൊലപാതകത്തിൽ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന നാട്ടുകാർക്ക് മുന്നിൽ, സഖാക്കളെ, നമ്മുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, നമ്മുടെ ഇരട്ടച്ചങ്കുള്ള നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. പോലീസിനെ നീതിന്യായ വ്യവസ്ഥയുടെ ശരിയായ വഴികളിലൂടെ കൊണ്ടുപോയി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് പറ്റും എന്ന് പ്രസംഗിക്കേണ്ടിയിരുന്ന ആൾ, നിങ്ങൾ തന്നെ കയ്യിലെടുക്കൂ, ആയുധം ചെന്നടിക്കൂ, ഒരാളും സന്തോഷത്തോടെ തിരിച്ചു പോകരുത് എന്ന് പറയുന്നത് ഉത്തരവാദിത്തമില്ലായ്മയല്ലാതെ എന്താണ്?
അതെങ്ങനെയാണ്, ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് സമാധാന പ്രേമികളായിട്ടുള്ള 3/4 ആളുകളുമുള്ള ഒരു നാട്ടിൽ ഞങ്ങൾ തിരിച്ചടിക്കുകയാണ് ചെയ്യുക, ഞങ്ങളുടെ സർക്കാർ ഉണ്ടെങ്കിൽ തന്നെയും എന്നത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവുക? 5 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെ കൂടെ പേരിൽ നിങ്ങളെ തള്ളിക്കളയുകയില്ലേ ജനം? ജനത്തിന് ഇതെല്ലാം അറിയാം. CPIM പ്രവർത്തകന്മാർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. CPIM വീടുകൾ തകർക്കപ്പെടുന്നു. ഇന്നലെ ഒരു വീട്ടമ്മയെയും ആ സ്ത്രീയുടെ മകളെയും ആക്രമിച്ചവർ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് സമാധാന നാട്ടിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. അക്രമത്തിന് ഞങ്ങൾ മുൻകൈയെടുക്കില്ല. അത് ഈ ചാനലിലൂടെ ശ്രീ നീലകണ്ഠനെ മാത്രമല്ല, നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ അറിയിക്കുന്നു. അക്രമം CPMന്റെ പരിപാടിയല്ല. പക്ഷെ ഇങ്ങോട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ വരുന്നു. നിങ്ങൾ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ജയരാജ കൊന്നോളൂ, ജയരാജ മരിച്ചോളൂ, കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയെങ്കിൽ ശ്രീ MV ജയരാജൻ, പിണറായി വിജയന്റെ നേതൃത്വത്തിലായിട്ട് പോലും ഈ സർക്കാർ ക്രമസമാധാന പാലനത്തിൽ പരാജയമാണ് എന്നല്ലേ കോടിയേരി ബാലകൃഷ്ണൻ തൊട്ട് താങ്കൾ വരെയുള്ള ആളുകൾ സ്ഥാപിക്കുന്നത്? സർക്കാരിന് തടയാൻ പറ്റുന്നതല്ല ഇതൊന്നും. അതുകൊണ്ട് പാർട്ടി അധികാരം കയ്യിലെടുക്കുന്നു. ക്രമസമാധാന രംഗത്ത് ഏറ്റവും മികച്ച നില നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കും. അതിലൊന്നും ഒരു തർക്കമില്ല. അപ്പോ ഇവിടെ എന്തേ പ്രശ്നമുള്ളൂ? CPIM അക്രമം നടത്തില്ല. CPIM മുൻകൈയെടുത്ത് ഒരു കൊലപാതകവും നടത്തില്ല. CPIMനെ വേട്ടയാടാതിരിക്കുക എന്ന നിലപാട് RSSും മറ്റ് രാഷ്ട്രീയ എതിരാളികളും സ്വീകരിച്ചാൽ മതി. തീർച്ചയായും വളരെ നന്ദി ശ്രീ MV ജയരാജൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സമയക്കുറവാണ്, താങ്കൾക്ക് അവസാനിപ്പിക്കാൻ ചർച്ച. അല്ല, ശ്രീ ജയരാജൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അയ്യപ്പ പണിക്കരുടെ 2 വരി കവിതയെ ഓർമ്മ വരുന്നത്. വെറുമൊരു മോഷ്ടാവായവർ എന്നെ കള്ളനെന്ന് വിളിക്കരുതേ. അപ്പോൾ കോഴിയെ മോട്ടിച്ചതോ അത് പൊരിച്ചു തിന്നാനാണല്ലോ. അപ്പോൾ പശുവിനെ മോട്ടിച്ചതോ അത് പാല് കുടിക്കാനാണല്ലോ. അപ്പോൾ പശുവിനെ മോട്ടിച്ചതിന് കാരണം പറയുന്നത് പാല് കുടിക്കാൻ, കോഴിയെ മോട്ടിച്ചതിന് കാരണം പറയുന്നത് പൊരിച്ചു തിന്നാൻ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ആരെയും കൊല്ലില്ല, ഞങ്ങൾ സമാധാന പ്രേമികളാണ്, ഞങ്ങൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല. പറയുമ്പോൾ തന്നെ പറയുന്നു ഒറ്റ ഒരുത്തരെ വിട്ടേക്കരുത്, പാടത്ത് പണി വരമ്പത്ത് കൂലി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അയ്യപ്പ പണിക്കരുടെ കവിതയുടെ തനി ആവർത്തനമാണ്. പിന്നെ ഒരു നിമിഷം, ശ്രീ സുധീഷ് മിന്നി, താങ്കൾ RSSകാരനുമായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി നേടാനാണെങ്കിൽ ഈ രാജ്യമെമ്പാടും നെറ്റ്വർക്കുള്ള RSSന് മേൽ വിജയിക്കാനാകും CPMന് കായിക കരുത്തുകൊണ്ടെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതിനെ നിരോധിക്കാൻ കേരള ഗവൺമെന്റ് ആകില്ല. പക്ഷെ അടിക്കടി രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന കേരളത്തിൽ അമ്പലങ്ങളിൽ വ്യാപകമായി ആയുധ പരിശീലനം നടത്തുന്നു. RSS പരസ്യമായി റൂട്ട് മാർച്ച് നടത്തുന്നു. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാൻ ഇടയ്ക്ക് സുധീഷ് മിനിയോട് ചോദ്യം ചോദിച്ചിരുന്നു, അത് പക്ഷേ അദ്ദേഹം കേട്ടില്ലെന്ന് തോന്നുന്നു. വളരെ നന്ദി ശ്രീ MV ജയരാജൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ RV ബാബു, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ സുധീഷ് മിന്നി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സ് കാണാം. നമസ്കാരം.